ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ക്രിസ് ക്രോസ് സ്റ്റിച്ചാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ലൈൻ വരച്ചിട്ടുണ്ട്. നമുക്കിനി എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഒരു ലോക്കറ്റ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് താഴേന്ന് മുകളിലോട്ട് ഒരു സ്ലാൻഡിങ് ലൈനാണ്. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് തിരിഞ്ഞിട്ട് ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അങ്ങനെ താഴേക്ക് അതുപോലെ തന്നെ ഒരു സ്ലാൻഡിങ് ലൈൻ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിലോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ സ്റ്റിച്ച് നമ്മൾ ലോക്ക് സ്റ്റിച്ചിനെക്കാളും ശകലം വലുതായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. വീണ്ടും മുകളിലോട്ട് പോയി ഒരു സ്ലാൻഡിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിലോട്ട് തിരിഞ്ഞ് ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്, സ്ലാൻഡിങ് ലൈൻ, ബാക്ക് സ്റ്റിച്ച്, സ്ലാൻഡിങ് ലൈൻ, ബാക്ക് സ്റ്റിച്ച്. അങ്ങനെ താഴെയും മുകളിലോട്ടും മാറി മാറി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിതിൽ ലോക്ക് സ്റ്റിച്ച് ഒന്നും ഇടാതെയാണ് ഡയറക്റ്റായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നൂല് ശകലം ഇങ്ങോട്ട് തിരിഞ്ഞ് വരും, അത് പ്രശ്നമില്ല. അതുപോലെ നമ്മൾ ബാക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഏകദേശം പകുതി വരുന്നത് അനുസരിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. തീരെ ചെറുതാകാനും പാടില്ല, അതുപോലെ തന്നെ തീരെ വലുതായിട്ടും ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളതൊക്കെ നോക്കി തന്നെ പഠിക്കാവുന്നതാണ്.